പണമുണ്ടായാൽ എന്താണ് പ്രശ്നം? പണമുണ്ടാവുക എന്നത് ഒരു തെറ്റാണ്. പണക്കാരനാവുക എന്നത് ഒരു തെറ്റായ ചിന്താഗതിയാണ്. പലരും പണത്തിനെ പറ്റി വെച്ചിരിക്കുന്നത് പല തെറ്റായ കാര്യങ്ങളും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പണക്കാരനാവുക എന്നത് ഇസ്ലാമികമായ കോൺസെപ്റ്റ്, നമ്മുടെ ചിന്താധാര എങ്ങനെയാവണം എന്നതിനെ പറ്റിയാണ്. വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യും. പണക്കാരനാവുക എന്ന ചിന്ത ഓരോ മനുഷ്യന്റെയും ഫിത്തറ, അതായത് പ്രകൃതിയാലുള്ള ഒരു തോട്ടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാൻ 14 വാചകം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകൾ, മക്കൾ, കനകം, വെള്ളി, കുതിരകൾ, കന്നുകാലികൾ എന്നിവയോടുള്ള ആഗ്രഹം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സമ്പത്തിനോടുള്ള ആകർഷണം മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാവുന്നു. സൈക്കോളജിയിലെ എബ്രഹാം മാസ്ലോയുടെ ഒരു തിയറി അനുസരിച്ച് മനുഷ്യന്റെ ഏറ്റവും ബേസിക് നീഡുകളിൽപ്പെട്ട ഒന്നാണ് ഈ സമ്പത്തിനെ എണ്ണിയിരിക്കുന്നത്. ഈ ഒരു ഇനീഷ്യൽ പ്രധാനപ്പെട്ട നീഡുകളായ ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെ ലഭിക്കണമെങ്കിൽ പണം ഉണ്ടാവണം. എന്നാൽ ഇസ്ലാമിന്റെ കോൺസെപ്റ്റിൽ തിരുനബി എന്താണ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്? തിരുനബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്, അള്ളാഹുവെ, ദാരിദ്ര്യത്തിൽ നിന്നും കുഫ്രിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവുക എന്നത് ഒരു മോശമായ കാര്യം എന്നത് ഉദ്ദേശിക്കുന്നത് അത് ആരും ആഗ്രഹിക്കാത്തതാണ് എന്നതാണ്. എന്നാൽ കൂടുതലായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പണത്തിനെ പറ്റി ഇസ്ലാം പറയുന്ന മറ്റൊരു കാര്യമാണ്, അത് നമുക്ക് മോഡേൺ സൈക്കോളജിയിൽ നമ്മുടെ ഡോപ്പമിൻ ഹോർമോണിൽ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവുന്നു. എപ്പോൾ? പണം എന്നതല്ല, നമുക്കൊരു ലക്ഷറി കാറോ ലക്ഷറി വില്ലകളോ അങ്ങനെ ആഗ്രഹം മൂത്തുവരും. പണം ആഗ്രഹിക്കുക എന്നതിന് പകരം ഈ ഒരു പണത്തിന് പിന്നാലെയുള്ള ഓട്ടം, അത് വളരെ ഇതിനെ നമ്മൾ പച്ച മലയാളത്തിൽ ആർത്തി എന്ന് പറയാം. ഈ ഒരു ഓട്ടം മനുഷ്യനെ യഥാർത്ഥത്തിൽ തകർത്ത് കളയുന്നു. ജീവിക്കുക എന്നതിൽ നിന്ന് പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നൊരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യനെത്തുന്നു. ഇതിനെ ഇസ്ലാം എതിർക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൈക്കോളജി ആണെങ്കിലും അതും എതിർക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ സ്വസ്ഥത തകർക്കുന്ന ഒരു പ്രക്രിയയാണ്. തിരുനബി പറഞ്ഞ സുന്ദരമായ ഒരു ഹദീസ് കേട്ട് നോക്കൂ. മനുഷ്യന് സ്വർണം കൊണ്ടുള്ള ഒരു തായ്വരയുണ്ടായാൽ അവൻ രണ്ടാമതൊന്ന് ആഗ്രഹിക്കും, അവന്റെ വായ മണ്ണല്ലാതെ നിറക്കുകയില്ല. അപ്പോൾ കൃത്യമായ ആ ഒരു ദുരാഗ്രഹവും ആർത്തിയുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ടത് സമ്പത്ത് എന്നതിൽ നിന്നല്ല, സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട്, എങ്ങനെ നല്ല ഒരു സമ്പന്നനാവാം? അതിന് നമുക്ക് ഒരുപാട് മോഡൽസുകളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഇവർ രണ്ടുപേരും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽപ്പെട്ട 2 പേരാണ്. അപ്പൊ ഇവർ സമ്പത്തിനോടുള്ള അവരുടെ ഒരു തോട്ട്സ് എങ്ങനെയായിരുന്നു? നമുക്ക് മോട്ടിവേഷൻസ് 2 രൂപത്തിലുണ്ട്, ഇൻട്രൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയ ഫാക്ടറുകളാണ്, നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു ഫോൺ കിട്ടി, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി. പക്ഷെ ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ നമുക്ക് നിലനിൽക്കുന്ന ഹാപ്പിനെസ്. അപ്പൊ നമ്മുടെ സമ്പത്ത് ഒരു ടൂളാണ്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മുടെ ഒരു ലക്ഷറി ലൈഫ് മാത്രമല്ല, സമൂഹത്തിന് കൂടെ ഉപകാരപ്പെടുന്ന. ആരാണ് ഈ കിണർ ഇത്ര പൈസ കൊടുത്ത് വാങ്ങുക എന്ന് തിരുനബി ചോദിക്കുമ്പോൾ പാവങ്ങൾക്ക് ആ കിണർ വലിയ സംഖ്യ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. എന്താണ്? കയ്യിൽ കാശുണ്ട്. അപ്പോൾ അവർ സമ്പന്നനാവുക എന്നത് ഇപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് പേഴ്സണൽ ഗ്രോത്ത് അല്ല, സൊസൈറ്റിയുടെ ഗ്രോത്ത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി നമ്മൾ
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ ഇൻസൈറ്റ് എന്താണ്? സമ്പന്നനാവുക എന്നത് തെറ്റല്ല. നിങ്ങളെല്ലാവരും സമ്പന്നനാകും. പക്ഷെ ആ സമ്പന്നത എന്ന് പറയുന്ന മനസ്സിന്റെ സമ്പന്നത കൂടിയാവണം. ഒരാൾ പൈസ അവൻ്റെ കയ്യിൽ കുറവാണെങ്കിൽ പോലും അവൻ മാനസികമായി സമ്പന്നനാകണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത്. ഒരാൾക്ക് ഒരു കാര്യം ഇല്ല എന്നതിലല്ല സങ്കടപ്പെടുന്നത്. എനിക്കൊരു സാധനമുണ്ട്, എൻ്റെ കയ്യിൽ ഈ ഒരു എന്താണുള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുകയും ഇല്ലാത്തതിനെപ്പറ്റി മോഹ ലോകത്ത് ജീവിക്കുന്നതിനെയാണ് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റുകൾ എതിർക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ആത്മസംതൃപ്തിയോടുകൂടെ ജീവിതം മുന്നോട്ട് പോകാം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.